അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും
അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ചെയ്യും. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നവരോട് ചെയ്യും. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നവരുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ റെക്കോർഡ് ഇടുക എന്ന് സംഭവമില്ല. റെക്കോർഡ് എന്ന് വെച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല. സ്പോർട്സ്മാൻ, അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ, ലോങ് ജമ്പ് ചെയ്യുന്നവർ, 100 മീറ്റർ ഓടുന്നവർ, ഷോട്ട് പുട്ട് എറിയുന്നവർ, ജാവലിൻ ത്രോ നടത്തുന്നവർ, അവരൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. അപ്പം അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചോ ഇല്ലേ? ഇപ്പം നമുക്ക് ബോബി അലോഷ്യസ്, ഷൈനി എബ്രഹാം, PT ഉഷ, അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് ഇട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ല ഓടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ ബോഡി ചീർത്ത് പോയില്ലേ, ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും. പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും. അതാണ് വിഷയത്തിൻ്റെ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ്. ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയൊക്കെ വന്നിട്ട് ദൈവസേനയൊക്കെ തണുത്തു പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ. അത് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെക്ക് ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും, നിൻ്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ, റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നതാണ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടി. അപ്പം റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ, പഴയ റെക്കോർഡുണ്ട്. അപ്പം ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കണത് നമ്മൾ ജീവിക്കും തോറും, പുതിയ അനുഭവം കിട്ടും തോറും, ജ്ഞാനത്തിൽ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും, വാട്ട് ഹാപ്പൻഡ് ടു യു, സംഭവിച്ചു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ, അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാരെന്താ ചെയ്യണമെന്നറിയാമോ? പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമെന്ന് നോക്കും ഓരോരോ വിഷയത്തിന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം. പക്ഷെ എന്നാലും നീ പേടിക്കണ്ട, ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് പരിഗണിക്കും എന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല. അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം, ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് കാരണം നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം, ദൈവത്തിനത് വർത്തമാനകാലമാകും. അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്,
ചിലക്ക് പീരീഡ്സൊക്കെ 5-6 ദിവസം നിൽക്കുമ്പോൾ അവരെന്നോട് പറയുമ്പോൾ കരഞ്ഞു പോകര്, നടുവിന് വേദന, പലതരം വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തളർച്ച. അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ പറയും, നമ്മളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത്. നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം, ശരീരമല്ല വിഷയം. അപ്പം നിനക്ക് നടുവേദനയാണ്, പാടില്ല, നിനക്ക് പരിക്കനുണ്ട്, എന്നിട്ട് ആ പരിയെ പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്, കർത്താവിനെ പോയി കണ്ടിട്ട് പോരും. അതാണ് നിൻ്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീ തിരവേദന മുഴുകിയിരിക്കുന്ന ശരീരമാണ്, പക്ഷെ നീ കർത്താവ് പ്രസൻ്റാണ്. അപ്പം ചില അയ്യോഭാവികൾക്കുള്ള ഗുണം, അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ, വിഷമോ, വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും, കുർബാന കട്ട് ചെയ്യാനും, കുടുംബപ്രാർത്ഥന ഇല്ലാതിരിക്കാനും. ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാകും. ഒന്നാമത്തെ ഇവർക്ക് ഇവർക്ക് സെൻസറില്ല, എല്ലാത്തിനും കുഴപ്പമാണേ. ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പ്രഷറുണ്ട്, പക്ഷെ നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നൊക്കെ കഴിച്ചുകൊണ്ട് നടക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങത്തുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണം നമ്മൾ അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞ് ഇന്ന് പാടില്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി, ഇന്ന് മുഴുവൻ അലക്കായിരുന്നു, അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ തുണിയാ, മക്കളുടെ തുണി അലക്കിയാണ് പറയണത്, ദൈവത്തിനായിട്ട് പണി കൊടുക്കണതേ. പല പെണ്ണുങ്ങളും പാഴ്സൽ പണി മേടിക്കുന്നവരാണ്. ആ ബുദ്ധിയും ബോധം ഇല്ലാതെ പന്നിയുടെ തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ഇടേണ്ടത്. വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ, ദൈവത്തിനോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ടൈമാണത്. അപ്പോൾ ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം. താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയുള്ളു. എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവ് അത് ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും. ഇപ്പം അതിനത്ര പറയുന്നുള്ളൂ, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല, അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നീ ഉഴപ്പിയത് കൊണ്ടാണോ, അല്ല നീ കറങ്ങി നടന്നത് കൊണ്ടാണോ, പഠിക്കാതിരുന്നത് കൊണ്ടാണോ, നിൻ്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ്, നിൻ്റെ ചുറ്റിക്കളി കൊണ്ടാണ്, അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവ് വിവേചിച്ച് മനസ്സിലാക്കിക്കോളൂ. റിസൾട്ട് മാത്രമേ പറയണത്. എന്താ റിസൾട്ട്? എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. ഓക്കെ, വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പഴയ റെക്കോർഡ് ഇടാൻ പറയും. ചിന്തിക്കണം, എവിടെയാണ്? ചുറ്റിക്കളിക്ക് പോയതാണ്, അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ്, അതാ വേറെ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ, പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന, നീ ഏത് അവസ്ഥയിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ പറയുകയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുദപിക്കണം, തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞേക്കണം. തിരിച്ചു വരാൻ എനിക്ക് അറിയത്തില്ല, എന്നെ കെട്ടിവരിക്കാൻ പറഞ്ഞാൽ കെട്ടിവരിക്കത്തില്ല. മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും. ബൈബിളിലെ കമാൻഡുകൾ ഒന്നാണ് തിരിച്ചു വരാൻ. ആരെയും തിരിച്ച് വലിച്ചുകൊണ്ട് പോകാൻ നമ്മൾ കണ്ടിട്ടില്ല. അതാണൊരു നിസ്സാര കാര്യമല്ല. മക്കളൊക്കെ വീട്ടിൽ വഴിതെറ്റിപ്പോയാൽ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം. ഇത് നടക്കത്തില്ല. യു മസ്റ്റ് ബൈ യുവർ സെൽഫ് റിട്ടേൺ. ദൂർത്തപുത്രൻ അയാൾ തന്നെത്താൻ തിരിച്ചു വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ അനുതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ. എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ
അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം. അതായത് എനിക്ക് കുമ്പസ്തേക്ക് ആബോധമില്ല, എനിക്ക് കുമ്പസ്തേക്ക് ഇതൊക്കെ ദൈവം നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മൾ അനുതാപം എന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം. അനുതാപം എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദപിക്കത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ്. സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല. തിരിച്ചടിക്കുക ഈ സാധനം. ഇപ്പം അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരിയെത്തി എന്നൊക്കെ പറയത്തില്ലേ, ആ കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയുന്നില്ലേ, കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യുമ്പോൾ കവളെ കൂടി ഒഴുകി വരും, തിരിച്ചു കഴിയും. അപ്പോൾ അരി എത്തിയെന്ന് തോന്നുന്നു. മലയാളി എന്ത് റിജക്റ്റ് ചെയ്താലും കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല. അതായിരുന്നു പണ്ടത്തെ കണക്ക്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും. ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങൾ ശരിയാണ്, രോഗം എന്താണെന്ന് അറിയാം, മരുന്ന് നമ്മുടെ ഉണ്ട്, പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യണില്ലെന്ന് പറയും. അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അടിച്ചേൽപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരം തരും, പക്ഷെ അനുതപിക്കാൻ പാടാണ്. അത് അനുതാപത്തിൻ്റെ ഒരു അലോട്ട്മെൻ്റ് ഇല്ല. ഞാൻ ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധ മാതാവ് ഈശോ വഴി ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ, മമ്മിയുടെ പേര് ബിന്ദു. ഞങ്ങൾ വയനാട് ജില്ലയിലെ ദ്വാരക ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മമ്മി 2020 മമ്മി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. മമ്മി ഇപ്പം 13ാമത്തെ പുതുക്കലാണ്. ഞാൻ 2023 ഞാൻ 3ാമത്തെ പുതുക്കലും. മമ്മിയുടെ കൂട്ടുകാരി വഴിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് മമ്മിക്ക് ഇങ്ങനെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി, മമ്മിക്ക് ഇങ്ങനെ കൈയൊന്നും പൊക്കാൻ പറ്റാതെയായി, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് സായിത്ത് കിട്ടി. അത് മമ്മി വാഷ്റൂമിൽ പോയി പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ശരിയായി. പിന്നെ മമ്മിക്ക് 17 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാവലിംഗ് ഒന്നും ഒട്ടും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി, മമ്മീൻ്റെ തലവേദനയെല്ലാം മാറി. ഈ സമയത്തൊക്കെ ഞാൻ നേഴ്സിംഗ് പഠിക്കുമായിരുന്നു, നേഴ്സിംഗ് 3rd ഇയർ ആയിരുന്നു. അങ്ങനെ മമ്മി ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും എനിക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കാലയിലൊരു ആണി ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് കോൺ ടേപ്പ് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളം നനഞ്ഞപ്പോഴത്തേനും അത് കൂടുതൽ സ്പ്രെഡായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മമ്മി പറയുന്ന പോലെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ച് മമ്മീനോട് ഞാൻ പറഞ്ഞത് തൈലം തൂത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ കുരിശുവര കഴിഞ്ഞ് മമ്മി ഒരാഴ്ചത്തോളം തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ അത് നോർമലായി, അത് അപ്രത്യക്ഷമായി. അങ്ങനെ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന ആദ്യത്തെ ഒരു അത്ഭുതം, ഇല്ലെങ്കിൽ ആദ്യമായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ നേഴ്സിംഗ് 1st ഇയർ 2nd ഇയർ 3rd ഇയർ എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ വിചാരിക്കും എനിക്കൊരു ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു മെറിറ്റൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എക്സാമിന് മുന്നേക്ക് 7 പ്രാവശ്യം പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും, പത്രമൊക്കെ കൊണ്ട് കോളേജിൽ പിള്ളേർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ 4th ഇയറിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു. അപ്പം ഞാൻ പ്രാർത്ഥിക്കും അവൾക്കും കൂടെ നല്ല മാർക്ക് കിട്ടി, ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4th ഇയറിൻ്റെ റിസൾട്ട് വന്നു, ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷനും കിട്ടി. കോളേജ് ഓവറോൾ ഞങ്ങൾക്ക് 2nd കിട്ടി. പിന്നെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞു. ആ സമയത്ത് ഇനി എന്തിനു പോകും, ജോലി എടുത്താലും ഇപ്പം നേഴ്സിംഗ് കടം എടുത്ത് പഠിച്ചു. പുറകെ അനിയത്തിയും നേഴ്സിംഗ് പഠിക്കുന്നു. ഇനിയിപ്പോൾ അനിയൻ +2 കഴിഞ്ഞ് അവനും നേഴ്സിംഗ് എടുത്തു. ഇപ്പോൾ 3 പേരുടെ പഠനവും കടങ്ങളും ഒന്നും നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, 10,000-10,000 രൂപ കിട്ടുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ. അപ്പോൾ ഞാൻ എന്നാൽ ജർമ്മൻ പഠിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ അതും കടം വാങ്ങി തന്നെ ആ സമയത്തൊക്കെ ദൈവം നമുക്ക് ഓരോരുത്തരിലൂടെ എല്ലാം ചെയ്തു തന്നു. പൈസയായാലും കാര്യങ്ങളെല്ലാം മാതാവ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതണം, അതിനും പൈസ വേണം. പുറകെ അനിയനും നേഴ്സിംഗ് പഠിക്കുന്നു.
അപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ സമയത്തും മാതാവ് ഓരോരുത്തരിലൂടെ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കടവായിട്ടും ഒക്കെ ആയിട്ട് മാതാവ് ഞങ്ങളെ ഓരോരുത്തരിലൂടെ സഹായിച്ചു. ഒന്നിനും ഞങ്ങൾക്കൊരു മുട്ടുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന രീതിയിൽ. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യത്തിലേക്ക് ഉപ്പ് കൊണ്ടുപോയിടുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ. പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ തീരെ പറ്റിയിരുന്നില്ല. ഉപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇടുക, അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി, എനിക്ക് ഒരു മൊഡ്യൂളേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ മനസ്സിലായി ഞാൻ അഹങ്കരിച്ച പോലെ എനിക്ക് തീരെ മെറിറ്റൊന്നും ഇല്ല, എൻ്റെ ഒരു കഴിവുകൊണ്ട് ഇതൊന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ ഞാനൊരു 3 അറ്റംപ്റ്റ് എഴുതി. 3 അറ്റംപ്റ്റ് എഴുതിയിട്ടും എനിക്ക് ഫുള്ള് കിട്ടിയില്ല. ഓരോരോ മൊഡ്യൂളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടി. എന്നിട്ട് ഞാൻ ആ 3ാമത്തെ അറ്റംപ്റ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി എനിക്ക്. അങ്ങനെ ആ എക്സാം എഴുതാൻ പോയി. പക്ഷേ ബ്ലെസ്സിങ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ട് ഞാൻ തോറ്റുപോയെന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി, പക്ഷേ എനിക്ക് നല്ല അഹങ്കാരമായിരുന്നു. ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയില്ല, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പത്രമൊന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചങ്ങ് ഉഴപ്പി. ആ ഒരു ഇതിൽ ഞാൻ 3ാമത്തെ അറ്റംപ്റ്റും തോറ്റുപോയി. അത് കഴിഞ്ഞ് 4ാമത്തെ അറ്റംപ്റ്റ് എത്തി. 4ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ കുമ്പസാരിച്ച് കുറച്ചും കൂടി എളിമപ്പെട്ടു, കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അഹങ്കരിച്ചതുകൊണ്ടുള്ള. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടി. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ 6 അറ്റംപ്റ്റ് എഴുതി. 6ാമത്തെ അറ്റംപ്റ്റിലാണ് ശരിക്കും ഞാൻ ചെയ്തത്. എല്ലാം കറക്റ്റായി ചെയ്തു. ഉടമ്പടി എല്ലാം കറക്റ്റായി നോക്കി. ഞാൻ പത്രമൊക്കെ കറക്റ്റായി കൊടുത്തു. എല്ലാം കറക്റ്റായി ഞാൻ ചെയ്തു. കുമ്പസാരിച്ചു, എല്ലാം ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, രോഗി സന്ദർശനം എല്ലാം ചെയ്ത് കറക്റ്റ് എനിക്കൊരു മൈനസ് വരാത്ത വിധം ഞാൻ എല്ലാം നന്നായി നോക്കി തന്നെ ചെയ്തു. അപ്പം എനിക്കൊരു ബൈബിൾ വാക്യം കിട്ടി. 6 കഷ്ടതകൾ നിനക്ക് ഞാൻ തന്നു, 7ാമതൊന്നും നിന്നെ തൊടുകയില്ലെന്ന്. അപ്പം തന്നെ എനിക്കൊരു ഉറപ്പായി ഇനിയിപ്പോൾ ഞാൻ ജയിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കൃപാസന ഉപ്പൊക്കെ ആ സെൻറ്ററിൽ എക്സാം സെൻറ്ററിൽ ഇട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും എക്സാം എഴുതാനായിട്ട് ഒരു സെൻറ്ററിലും വരരുതെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ അതിൽ എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടി. അങ്ങനെ എക്സാം പാസ്സായി. പിന്നെ എൻ്റെ വിസ എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് വയനാട്ടിൽ പാസ്പോർട്ട് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കോഴിക്കോട് വന്നിട്ട് പാസ്പോർട്ടും വിസയും തിരിച്ച് പിന്നെ കൊച്ചിയിലേക്ക് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു റിജക്റ്റ് ആയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, റിജക്റ്റ് ആയി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കൊച്ചി പോയപ്പം കുറച്ച് കൃപാസന ഉപ്പൊക്കെ എടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊണ്ടുപോയി നന്നായി പ്രാർത്ഥിച്ചു. എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന വിധം ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു. ഞാൻ പോയി. പക്ഷേ എനിക്ക് വിസ റിജക്റ്റ് ഒന്നും അല്ലായിരുന്നു, വിസ വന്നു. ആ സമയമായപ്പോഴത്തേനും വിസ ലേറ്റ് ആയപ്പോഴത്തേനും എൻ്റെ ബാച്ചിൽ പോകേണ്ട പിള്ളേരെല്ലാം ജർമ്മനിയിലെത്തി. അവർക്ക് ക്ലാസ് തുടങ്ങി. അപ്പോഴും എനിക്കൊരു വിഷമം, ഇനിയിപ്പം 3 മാസം കഴിഞ്ഞേ പോക്ക് നടക്കുകയുള്ളൂ, കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതൽ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാനും കൂടുതൽ കാര്യങ്ങൾ തന്നെ ഓരോരുത്തരെ സഹായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പം മമ്മിയും പപ്പയൊക്കെ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഫുഡ് കൊടുക്കുന്നു, കിടപ്പ് രോഗികൾക്കൊക്കെ പോയിട്ട് അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് അന്ന് ജോലിയില്ല, പൈസയൊന്നുമില്ല, ഒന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ളതാകെ കുറച്ച് സമയമുണ്ട്, പിന്നെ അധ്വാനം ഇല്ലെങ്കിൽ ആരോഗ്യ എനർജി അതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഘടന ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ ഇരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കൊക്കെ. അപ്പം ഞാനും അതിൽ പോയി ചേർന്നു. ജസ്റ്റ് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, ഫുഡ് വിളമ്പി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം രാവിലെ പോയാൽ ഉച്ച വരെ. അങ്ങനെ ഞാൻ എല്ലാ ശനിയാഴ്ചയും പോയി അതൊക്കെ നന്നായി ചെയ്തു. അങ്ങനെ അപ്പോൾ എന്നെ കൊണ്ടുവന്ന ജർമ്മനിക്ക് കൊണ്ടുവന്ന് അവർ പറഞ്ഞു, എന്നാൽ നീ ഇപ്പം തന്നെ കയറിപ്പോരെ, 4 ദിവസമേ ഉള്ളൂ, 4 ദിവസം കൊണ്ട് കയറിപ്പോരെ എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ സെയിം ആ ബാച്ചുകാരുടെ ഒപ്പം എനിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം നന്നായി തന്നെ നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ കാശ് രൂപമൊന്നും കൈ പിടിക്കുകയൊന്നുമില്ല. ഞാനൊരു ബോക്സിനകത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പം ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഞാൻ ഈ കാശ് രൂപം എടുത്തിടാൻ തുടങ്ങി. എന്ത് വന്നാലും ഇങ്ങനെ സംസാരിക്കും, കൂടുതലായിട്ട് ദൈവത്തോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ ഒറ്റപ്പെടലിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തോടടുത്തു, ഇല്ലെങ്കിൽ മാതാവിനോടടുത്തു. കൂടുതൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കും. രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ സംസാരിക്കും. മാതാവിൻ്റെ കാശ് രൂപം എടുത്തിട്ട് ചുമ്മാ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ പറയും, ഇല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ജർമ്മനിൽ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ ചുമ്മാ ഇങ്ങനെ ജർമ്മനിലൊക്കെ പറഞ്ഞു നോക്കും അങ്ങനെയൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി. ഇവിടുന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ പോയി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഭാഷ വേറെ. ഭാഷ നമ്മൾ എത്ര ഇവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവർ പറയുന്ന മനസ്സിലാവുമോ ഇല്ലെങ്കിൽ ഇതാവുന്നില്ല. അവർ ഒരു വേർഡ് പോലും ഇംഗ്ലീഷ് പറയത്തില്ല, ഫുൾ ജർമ്മൻ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ല. അവരോടിപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞാലൊന്നും അവർക്കത് അക്സെപ്റ്റ്. നമ്മൾ 4 വർഷം പഠിച്ചിട്ട് ഇവിടുന്ന് ചെല്ലുന്നു, അപ്പം അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
അങ്ങനെ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കെന്തോ അവിടെ സെറ്റാവുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെയും എൻ്റെ വാർഡിലും ഹോസ്പിറ്റലിലും ഒക്കെ ഞാൻ പോക്കറ്റിൽ ഉപ്പ് ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ ഉപ്പ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവിടെ സെറ്റായി. എനിക്ക് ആ അറ്റ്മോസ്ഫിയർ കുഴപ്പമില്ല, അവിടുത്തെ ആൾക്കാരോടും അഡ്ജസ്റ്റായി, എല്ലാം അങ്ങനെ ഓക്കെ ആയി വന്നു. ആ സമയത്ത് എക്സാം ഉണ്ട്, ഇനി രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാം ഉണ്ട്. രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിയും ഉണ്ട് പ്രാക്ടിക്കും ഉണ്ട്. തിയറി എനിക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കം വരുമ്പോഴത്തേനും ഞാനിങ്ങനെ ചുമന്ന് ഒരു റെഡ് കളറിലൊക്കെ ആവും, ഫുള്ള് വേർത്ത്. അപ്പോഴത്തേനും എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളി പേടിയില്ല. പക്ഷേ എന്നെ കാണുന്ന എക്സാമിനേഴ്സ് പറയുന്നത് എനിക്ക് എന്തോ പേടിയുണ്ടല്ലോ എന്നുള്ള രീതി പറയും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, എന്തെങ്കിലും എക്സാമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു റെഡ് ആവും, അത് നോർമലാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു നിനക്ക് പേടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അവിടെയും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് മമ്മിയും പപ്പയൊക്കെ ഇവിടെ ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. ഞാനും കുമ്പസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് എപ്പോഴും എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഞാൻ കുമ്പസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഉറപ്പാണ് കിട്ടും, അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ കുമ്പസാരിച്ച് എക്സാം പ്രാക്ടിക്കും ചെയ്തു. അങ്ങനെ അവിടെ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സായി. ഇപ്പം ഞാൻ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഈ ജനുവരിയിൽ 2 വർഷമാകും. അങ്ങനെ എൻ്റെ കുടുംബത്തിലെ കടങ്ങളെല്ലാം ഏകദേശം തീർന്നു തുടങ്ങി. പിന്നെ അനിയൻ്റെ പഠനം, അനിയത്തീൻ്റെ പഠനം, അനിയത്തി ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞു, ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അനിയൻ നേഴ്സിംഗ് 2nd ഇയർ. അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ഏകദേശം സെറ്റായി. അതുപോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ വീട് പണിയുവാണെങ്കിൽ ഇപ്പം ഉള്ള സ്ഥലത്തല്ല, കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് പണിയണം. അപ്പം ഞാൻ ചെറുപ്പത്തിൽ എന്തോ മനസ്സിൽ തോന്നിയ ഒരു ഇതിന് മമ്മി ഉടമ്പടി എടുത്ത സമയത്ത്, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള സ്ഥലത്തിൽ ഈ സ്ഥലത്ത് പണിതാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ ഞാൻ അവിടെയും കുറച്ചിങ്ങനെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അന്ന് എനിക്കത് മനസ്സിൽ തോന്നി ചെറിയൊരു ആഗ്രഹമാണ്. പക്ഷേ 2020 ഞാൻ അങ്ങനെ ചുമ്മാ വീടിൻ്റെ മുമ്പിൽ നിന്നിപ്പോൾ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ആ സ്ഥലം ഈ 5 വർഷം മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചു. ഇപ്പം ഞാൻ ജോലി കിട്ടി, സാലറി കൊണ്ട് 1/2 ഏക്കർ സ്ഥലം മേടിച്ചു. അങ്ങനെ വീട് പണി തുടങ്ങാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും കൊണ്ടും സെറ്റായി. അനിയൻ്റെ പഠനം, അനിയത്തിൻ്റെ പഠനം എല്ലാം കുഴപ്പമില്ലാതെ പോകുന്നു. വീട്ടിലെ സമാധാനം എല്ലാം കൊണ്ടും ഞങ്ങൾ ഓക്കെ ആയി. പിന്നെ ഞാൻ കൂടുതലായിട്ട് പത്രങ്ങൾ കൊടുത്തത്, ആദ്യമൊക്കെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയാൽ എവിടെ പോയാലും ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ യൂത്തായിട്ടുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കൂടെ മമ്മിയും പപ്പയൊക്കെ ആയാലും അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അയൽവക്കക്കാർക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പിള്ളേരാരും കൂടുതൽ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോകുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചെല്ലും, എന്നെ കാണുമ്പോഴത്തേനും ആൾക്കാരെ പിള്ളേരൊക്കെ വരും. ഇപ്പോൾ എൻ്റെ ഏജിലുള്ളവരായാലും എന്നോട് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പം ഞാൻ ഈ പത്രം കൊടുത്ത് കൂടുതൽ അവരോട് പറഞ്ഞൊക്കെ കൊടുക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചിലപ്പം ഇപ്പോഴത്തെ ഒരു ഇതിൽ സങ്കടം അനുഭവിക്കുന്ന എന്നെപ്പോലെയുള്ള പിള്ളേരായിരിക്കും. ഇപ്പം കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യും, പഠിച്ചിട്ട് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി ഒരു ജോലി വേണം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള പിള്ളേരായിരിക്കും തോന്നിയുകൊണ്ട് തന്നെ ഞാൻ അവർക്കാണ് കൂടുതൽ പത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ അവർ റിജക്റ്റ് ചെയ്യും എന്നോട്. പിന്നെ നീ പോയോന്ന് എന്നോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കുറേ അനുഗ്രഹമുണ്ട്. അപ്പോൾ അതും അവർക്കും അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അങ്ങനെ ഞാൻ കൂടുതലായിട്ട് യൂത്തിനെ ഫോക്കസ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഞാൻ ജർമ്മനി പോകുമ്പോഴായാലും, ഇതെൻ്റെ ഫസ്റ്റത്തെ ലീവാണ്, ഞാനായാലും ജർമ്മൻ പത്രമാണ് ഞാൻ മേടിച്ചു. അത് അവിടെയുള്ളവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു. എല്ലാം അത്യാവശ്യം സക്സസ് ആയി പോകുന്നു. അങ്ങനെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ. എൻ്റെ പേര് ജോസ്, എൻ്റെ ഭാര്യയുടെ പേര് ജിജി. എറണാകുളം ജില്ലയിൽ പുല്ലുവഴി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഉടമ്പടി എടുത്തത് 13/10/23 അമ്മ മാതാവും യേശുവും ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ്. ജനുവരി 2025 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോതമംഗലം കുത്തുവഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൈപ്പ് മുകളിൽ നിന്ന് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സൺസൈഡിൽ ഞാൻ ചെറിയൊരു കോണി വെച്ച് ഞാൻ പണിതുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അവിടെ അതിര് തിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന പാറക്കല്ലിൻ്റെ മുകളിലേക്കാണ് ഞാൻ വീഴുന്നത്. പാറക്കല്ലിൻ്റെ മുകളിലേക്ക് വീണ് എൻ്റെ തല ഇപ്പോൾ കാണാം, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ മുറിവാണ്. ആ മുറിവ് ഡോക്ടറുടെ അടുത്തുനിന്ന് മൊബൈലിൽ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് ഒന്ന് നോക്കാനേ പറ്റുള്ളൂ. 32 സ്റ്റിച്ചുണ്ട് എൻ്റെ തലയ്ക്ക്, 32 സ്റ്റിച്ച്. അതുപോലെ തന്നെ ഫൈനൽ കോഡിനാണ് എനിക്ക് കംപ്ലയിൻറ്റ് പറ്റിയത്. ആദ്യം കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിലാണ് എന്നെ കയറ്റിയത്. അവിടെ കയറ്റിക്കഴിഞ്ഞ് എൻ്റെ ശരീരത്തുണ്ടായിരുന്ന ലുങ്കി കൊടുത്ത് തല കെട്ടിയിട്ട് ബ്ലഡ് നിൽക്കാത്തതുകൊണ്ട് കൂടത്തിൽ പണിതുകൊണ്ടിരുന്ന ആളുടെ ലുങ്കി ഊരി എൻ്റെ തല കെട്ടുകയത്. അതുപോലെ ബ്ലഡ് പോയി. അത് കഴിഞ്ഞ് കോതമംഗലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഈ വ്യക്തിക്ക്
എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് ഒന്നുകിൽ രാജഗിരിക്കോ അല്ലെങ്കിൽ കോലഞ്ചേരിക്കോ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ആദ്യം കോലഞ്ചേരിക്കാണ് കൊണ്ടുപോയത്. കോലഞ്ചേരി ചെന്ന് അവർ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നടക്കും, ചിലപ്പോൾ പുള്ളി നടക്കില്ല എന്ന് പറഞ്ഞു. ഫൈനൽ കോഡിനാണ് കംപ്ലയിൻറ്റ് പറ്റിയിരിക്കുന്നത്. അവർ അവിടുന്ന് എൻ്റെ തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് പറഞ്ഞു, അവരിങ്ങനെ ഒരു ഉറപ്പ് പറയാത്തതുകൊണ്ട് ഞങ്ങൾക്കും ഇതായി. അപ്പോൾ അവിടുന്ന് അവർ തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിന് പോക്കോളാമെന്ന് പറഞ്ഞു. കോട്ടയത്തിന് അവിടുന്ന് ആംബുലൻസ് വിളിച്ച് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇപ്പം എങ്ങും ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല, ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആവും, പക്ഷേ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തന്നെ വേറെ ആംബുലൻസ് വിളിച്ച് നേരെ അമൃതയിലേക്കാണ് പോയത്. നേരെ അമൃതയിൽ ചെന്ന് ഞങ്ങൾ ഈ സ്കാനിങ് റിപ്പോർട്ടും ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കോലഞ്ചേരി ചെയ്ത് ഒന്നും ഇവിടെ എടുക്കില്ല, ഇവിടെ ഒന്നൊന്നും തൊട്ട് തുടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അവർ അവിടെ സ്കാൻ ചെയ്തു, MRI ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പക്ഷേ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ 8 കിലോ തൂക്കമുള്ള കട്ടി ബാക്കിൽ നിന്ന് എന്നെ ഇടുകയത് പുറകിലേക്ക്. അത് ഈ കഴുത്ത് നേരെയായിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം ICU കിടന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി ഡോക്ടർ തോളത്ത് തട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു യു ആർ എ ലക്കി മാൻ, നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാനിങ്ങിൽ കണ്ടതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് എന്നെ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ 14 ദിവസം അമൃതയിൽ ട്രീറ്റ്മെൻറ്റായിട്ട് കഴിഞ്ഞു. 14 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷെ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ എൻ്റെ ആൾക്കാർ എൻ്റെ ഭാര്യേനെയും എൻ്റെ വീട്ടുകാരെയും വിളിച്ചിട്ട് പറഞ്ഞു മഹാ അത്ഭുതമാട്ടോ, കാരണം ഇങ്ങനെ MRI കണ്ടതനുസരിച്ച് ജോസ് എന്ന് പറഞ്ഞ വ്യക്തി എഴുന്നേറ്റ് നടക്കില്ല, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് എടുക്കും, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടതനുസരിച്ച് പുള്ളി 0 പോയിൻറ്റിലാണ്, മലോ മൂത്രോ പോകും, അങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോലഞ്ചേരിയിൽ വെച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഫോൺ വിളിച്ച് പറഞ്ഞു ജോസ് ഇങ്ങനെ വീണു, കാലിനാണ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ജിജി അവിടെ നിന്ന് ഭാര്യ ഓട്ടോറിക്ഷയും വിളിച്ച് അവിടെ ആശുപത്രിയിൽ വന്നു. ആശുപത്രിയിൽ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ICUന്ന് ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ജിജി ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജിജിയുടെ വർക്ക് ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കി തല മൊത്തം കെട്ടിയേക്കുക. അപ്പം തന്നെ ജിജി പറഞ്ഞു മാതാവേ എൻ്റെ മകനെ രക്ഷിക്കണം, ആ മോൻ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, മാതാവിൻ്റെ അടുത്തുനിന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, എൻ്റെ മോനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് അപ്പം തന്നെ കാലയിലും കയ്യിലും നെഞ്ചത്തും തൈലം പറ്റി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. 2 മാസത്തേക്ക് മരുന്ന് തന്നു വിട്ടു. 2 മാസം കഴിയുമ്പോൾ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം അമൃതയിലെ ന്യൂറോ സർജൻ സതീഷ് കെ മേനോനാണ് മെയിൻ ആൾ, ആ പുള്ളീനാണ് കാണുന്നത്. ചെന്ന വഴി ഡോക്ടർ എന്നോണ്ട് വിശേഷം എന്നല്ല ചോദിച്ചത്, യു ആർ എ ലക്കി മാൻ, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം. ആ ഡോക്ടർ ഒരു ഹിന്ദുവാണ്, എന്നിട്ട് പോലും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കില്ല, നിങ്ങൾ 0 പോയിൻറ്റിൽ കിടന്ന് മലമൂത്രവും ഒഴിച്ച് കിടക്കുകയുള്ളൂ, നിങ്ങൾ ഭാഗ്യമുള്ളതുകൊണ്ടാണ്, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഫിസിയോതെറാപ്പി ചെയ്തു. ഇപ്പോൾ 9 മാസമായി ഞാൻ നടക്കുന്നു, 2 വീലർ ഓടിക്കുന്നു, അതുപോലെ തന്നെ കാർ ഓടിക്കുന്നു. എൻ്റെ പഴയ ജോലിയിലേക്ക് തന്നെ ഞാൻ കയറി. ഇപ്പോൾ 1 മാസമായി എൻ്റെ പഴയ ജോലി തന്നെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുകയാണ്. ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു, ഞങ്ങളൊരു ഓപ്പറേഷൻ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നതും ജോലി ചെയ്യുന്നതും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതും. അല്ല 2.5 വർഷം എല്ലാവരും ഞങ്ങളുടെ അയൽവക്കത്തുള്ള വ്യക്തികൾ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ പറഞ്ഞു കുറഞ്ഞത് 2.5 വർഷമെങ്കിലും നിങ്ങൾ എടുക്കും ജോലി ചെയ്യാൻ പോകാനും, 1 വർഷമെങ്കിലും എടുക്കും നിങ്ങൾ എഴുന്നേറ്റ് നടക്കാനും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ദൈവം മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ 3 മാസമായപ്പോഴത്തേനും എഴുന്നേറ്റ്
നടക്കാൻ തുടങ്ങി. ഫിസിയോതെറാപ്പിയിലൂടെ ഞാൻ ആദ്യം വടി ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് വടി ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. എന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് വന്നത് അങ്കമാലിയിലെ ഡോക്ടറാണ്, ഫിസിയോതെറാപ്പി ഡോക്ടറാണ് വന്നത്. ഡോക്ടർ പറഞ്ഞു ജോസിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ട്, അപ്പോൾ ജോസ് എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന, ഒത്തിരി പേര് വിദേശത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടുകാർ എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പഴയ ജോസായിട്ട് എനിക്ക് ജോലിക്ക് പോകാനും എല്ലാത്തിനും എനിക്ക് സഹായിച്ചു. ദൈവം യേശുനാഥൻ ചെയ്തു തന്ന 1000 നന്ദിക്കും മാതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തിനും 1000 നന്ദി പറയുന്നു. ഞാൻ വീഴുന്നതിന് മുമ്പാണെങ്കിൽ പാവങ്ങൾക്ക് ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന രോഗികൾക്കൊക്കെ കടയിൽ നിന്ന് ചോറ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും അനാഥാലയത്തിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അതുപോലെ മരുന്നിന് ബുദ്ധിമുട്ടാണ്, ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, മരുന്നിന് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ കഴിവിനനുസരിച്ച് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകും, അച്ഛൻ്റെ ധ്യാനം കൂടും, പിന്നെ 3 ആഴ്ച കൂടുമ്പോൾ കുംസാരിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. മാതാവും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അബി ജോർജ്. ഞാൻ UK ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ മാസം 11-ാം തീയതിയാണ്. ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് മാതാവ് എന്നെ എനിക്ക് UK ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചതും അതുപോലെ അതിനെ തുടർന്ന് വർക്ക് വിസ ലഭ്യമായതിനെ പറ്റിയാണ്. 2021 ആണ് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് UK ഉപരിപഠനത്തിനായി പോകാൻ പറ്റിയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 2022 കോഴ്സ് പാസ്സാകാൻ പറ്റുകയും അതിനുശേഷം UK ഗവൺമെൻറ്റിൻ്റെ PSW വിസ എനിക്ക് കിട്ടി. ആ വിസയിൽ നിൽക്കുമ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുകയും അതുപോലെ തന്നെ ജോലി നോക്കുകയും ചെയ്യാം. ജോലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. പക്ഷേ 4-5 മാസമായിട്ടും എല്ലാം ഇൻ്റർവ്യൂ വരുന്നുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ഒരു സക്സസ് ആയിട്ടില്ലായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പോലും കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. റിജക്ഷൻ ആയിരുന്നു എല്ലാത്തിൻ്റെയും അവസാനത്തെ ഇത്. അപ്പോഴാണ് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. അതിനുശേഷം ഞാനൊരു ദിവസം സായന പ്രാർത്ഥന ചെല്ലുകയുണ്ടായി. ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ ചെല്ലുന്നതിനിടയിൽ എനിക്കൊരു മെയിൽ വന്നു, നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നു. പ്രയർ കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത അതിൻ്റെ കമ്പനിയിൽ നിന്നായിരുന്നു. എനിക്ക് ഇമെയിൽ വന്നത് എനിക്കവിടെ എൻ്റെ ഇൻ്റർവ്യൂ അവർക്ക് പെർഫോമൻസ് ഇഷ്ടമാവുകയും അതിൻ്റെ ഓഫർ ലെറ്ററാണ് അതിൽ വന്നത്. എത്രയും വേഗം ജോലിക്ക് ജോയിൻ ചെയ്യാനായിരുന്നു ആ ഇമെയിൽ വന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി എനിക്ക് ജോലി തന്നതിൽ. അതുപോലെ ജോലി കഴിഞ്ഞു അടുത്ത കടമ്പ എന്ന് പറയുന്നത് അവിടെ ഒരു വർക്ക് വിസ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞത് 2 വർഷം കഴിയുമ്പോൾ വർക്ക് വിസ നൽകാമെന്നായിരുന്നു. പക്ഷേ ഞാൻ ജോലി കയറി ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് UK ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവരാൻ പ്ലാനിട്ടത്. അതായത് 40,000 പൗണ്ടിന് മേളിൽ സാലറി ഉള്ളവർക്ക് മാത്രമേ വിസ കൊടുക്കാൻ ഇനി പറ്റത്തുള്ളൂ എന്നായിരുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് മാതാവ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നൊരു നിയമം പോലെയായിരുന്നു. കാരണം ഞാനത് ഇങ്ങനൊരു നിയമം എൻ്റെ മാനേജറിനോട് എൻ്റെ HR പറയുകയുണ്ടായി. അപ്പോൾ അവർ ഉടനെ തന്നെ പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ നിയമം മാറുന്നതിന് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ അവർ വിസ പ്രോസസ്സിങ് തുടങ്ങി. വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി കമ്പനി ആദ്യമേ UK ഗവൺമെൻറ്റിന് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം. ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞൊരു പേപ്പർ UK ഗവൺമെൻറ് നമുക്ക് തരും. എന്നാലേ എനിക്കത് വെച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ കമ്പനി അത് അപ്ലൈ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്തു ഒരു 1.5 മാസമായിട്ടും കിട്ടാതെയായി. 2024 ഏപ്രിൽ 4-ാം തീയതി വിസ നിയമം മാറും. മാർച്ച് അവസാനമായിട്ടും ആ പേപ്പർ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. എനിക്കത്
ഏപ്രിൽ 4-ാം തീയതിക്ക് മുമ്പ് തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ 2-ാം തീയതി വൈകുന്നേരമായപ്പോൾ എനിക്ക് UK ഗവൺമെൻറ്റിൽ നിന്ന് ആ പേപ്പർ കിട്ടുകയും നിയമം മാറുന്നതിന് മുമ്പ് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും സാധിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് വിസ അപ്രൂവായി അവിടെ കണ്ടിന്യൂ ചെയ്യാനും പറ്റി. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഇനിയും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ എൻ്റെ മാതാവ് അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഓർഫനേജുകളിലൊക്കെ സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. അതുപോലെ രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ പള്ളി കാര്യങ്ങളിലൊക്കെ ആയിട്ട് അടുക്കാൻ സാധിച്ചു. അതുപോലെ ആത്മീയമായും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകാൻ ഇപ്പോൾ തോന്നാറുണ്ട്. നേരത്തെ ഒന്നും അത്രയും മടിയായിരുന്നു, തോന്നാറില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷവും ഓരോ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്ക് കൂടുതൽ മാതാവിനോട് അടുക്കാൻ സാധിച്ചു. ഇനിയും ഈ ഉടമ്പടിയിൽ എനിക്ക് കൂടുതലായി അടുത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. യെശയ്യാ 55:3 എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജിത ഷൈജു. ഇതെൻ്റെ മകൻ ദാവീദ്. ഞങ്ങൾ എറണാകുളം മൗണ്ട് കാർമൽ ചർച്ച് ചാത്യാത് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 20-ാം തീയതിയാണ്. ഇതെൻ്റെ 10ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എൻ്റെ അൾത്താരയിലെ 2ാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഇവന് ജനുവരിയിൽ ഒരു പനി വന്നു. ആ പനി കുറച്ച് കടുത്ത പനിയായിരുന്നു, ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ളൊരു പനിയായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ആ സമയത്ത് കണ്ണിന് ഇവന് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ഒരു റെഡ്നെസ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പനിയുടെ ഒരു കാഠിന്യം കൊണ്ട് വന്നതാണ്, ഒരു ഐ ഡ്രോപ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 ദിവസത്തേക്കുള്ള ഐ ഡ്രോപ്സും കൂടെ തന്നു. അതിട്ടപ്പോൾ കണ്ണിൻ്റെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ റെഡ്നെസ് എൻ്റെ കണ്ണിൽ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പിന്നെ റിവ്യൂ പറഞ്ഞിരിക്കുന്ന ഒരു ഡേറ്റിൽ നമ്മൾ ചെന്നപ്പോൾ വീണ്ടും അത് പറഞ്ഞപ്പോൾ ആ ഐ ഡ്രോപ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഐ ഡ്രോപ്സ് ഇടാൻ തുടങ്ങി. പക്ഷേ ഒരു കുറവ് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആയി കഴിയുമ്പോഴത്തേക്കും അതവന് കണ്ണിൽ പീള കെട്ടുന്ന പോലെയായി. പീള കെട്ടുന്ന വെച്ചാൽ അറ്റത്തല്ല, കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഇങ്ങനെ പീള വന്നിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇവന് കണ്ണിനിങ്ങനെ തുറക്കാനും അടക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ഓടി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് അതിങ്ങനെ എടുക്കും. നമുക്കൊന്നും എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. കൃഷ്ണമണിയിലിരിക്കുന്നതുകൊണ്ട് ഇവൻ തന്നെ ഇവൻ്റെ വിരൽ വെച്ച് പതിയെ എടുക്കും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. നമ്മളിപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും. അപ്പോൾ നമുക്കറിയാം ഇത് കണ്ണിൽ പീള വന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് പതിയെ അതെടുത്ത് കളയും. അവസാനം നമ്മൾ എറണാകുളത്തൊരു പ്രശസ്തമായിട്ടുള്ള ഐ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് സീവിയർ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ്. അപ്പം ഇവന് പക്ഷേ ചൊറിച്ചിലില്ല. അത് ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇവനങ്ങനെ ചൊറിച്ചിലില്ല. ഇവൻ്റെ പ്രശ്നം ഈ പീള കെട്ടും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്കൂളിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇവൻ പറയും, അമ്മ ഞാൻ ഒരു കണക്കിനാണ് ഇത് എടുത്തതെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാതെ പറ്റില്ല. ഇപ്പോൾ ഒരു മൈൽഡ് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യാം, എന്നാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ 1 മന്ത് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ട് റിവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പതിയെ കുറയാൻ തുടങ്ങി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം വന്നിട്ട് പറഞ്ഞു അമ്മേൻ്റെ കഴുത്തിൽ കണ്ട ഒരു മുഴ പോലെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീരിറങ്ങുന്നതായിരിക്കും, ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നത്തെ റിവ്യൂവിന് ചെന്നപ്പോൾ ഇത് ഡോക്ടറെ കാണിച്ചു. അപ്പോഴത്തേക്ക് ഈ കണ്ണിനിടുന്ന സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഡ്രോപ്സ് ഒരെണ്ണമല്ല ഒരു 2-3 ടൈപ്പ് ഡ്രോപ്സ് ഉണ്ടായിരുന്നു, മാറി ഓരോ സമയത്ത് ഇടാനുള്ള. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ണിൻ്റെ ഇത് കുറയുന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് നമ്മൾ സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തു, പക്ഷേ ഇവൻ്റെ കഴുത്തിൽ ഇത് മാറുന്നില്ല, അത് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 7 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒരു മുഴയല്ല, ഇപ്പുറത്ത് 3 എണ്ണം ഉണ്ട്, ഇപ്പുറത്തും 3 എണ്ണം ഉണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരെണ്ണം മാത്രം, അത് നല്ല വലുപ്പം. അത് ഇവൻ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ മുഴച്ചു വരും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണുന്നത്. എല്ലാവരും ചോദിക്കും എന്ത് പറ്റി മോൻ്റെ ഇവിടെ എന്ത് പറ്റി, അങ്ങനെ അതുപോലെ ഇരിക്കും.
അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇവൻ കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്കിത് കുറയുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ 7 ദിവസം കഴിച്ച് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ബാക്കി 5 എണ്ണവും താന്നിട്ടുണ്ട്, ഇതൊരെണ്ണം താന്നിട്ടില്ല. എന്നിട്ട് 3 ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ ആൻറ്റിബയോട്ടിക്. അതിൻ്റെ കൂടെ ബ്ലഡ് ടെസ്റ്റിന് എഴുതുന്ന ഒരുപാട് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും എനിക്കിങ്ങനെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കൊക്കെ മാതാവിൻ്റെ തൈലവും കൂടെ കൊണ്ടുപോയി ആ ഒരു ബോട്ടിലിൽ മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടൊക്കെയാണ് ബ്ലഡ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് റിസൾട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇവൻ്റെ ഇത് പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു 10 ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് നോക്കുക, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസമായിട്ട് ഇതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഒന്ന് ബയോപ്സി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മൾ പേടിക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ വേണ്ടി വരുമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഈ ബയോപ്സി എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളാകെ ഇതായത് ചെയ്ത് നോക്കേണ്ടി വരും, കാരണം ആൻറ്റിബയോട്ടിക് 10 ദിവസം എടുത്തു, എന്നിട്ട് ഇതിനൊരു ഇത്തിരി പോലെ എൻ്റെ സൈസ് മാറുന്നില്ല, അപ്പോൾ പിന്നെ നമുക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു തകർന്ന ദിവസമായിരുന്നു. അപ്പോഴും എൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അത് ആ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത്ര ഒരു പ്രതിസന്ധി വന്നാലും അമ്മ കൂടെയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാനുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഇവനെ കാണുമ്പോൾ വിഷമം വരും. ഇവൻ ഞങ്ങൾക്ക് 9 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയൊരു മോൻ, അപ്പം ഇവൻ എന്തെങ്കിലും ആയെന്ന് പറഞ്ഞു. അപ്പം ഞാനത് മാതാവിനോട് പറയുകയും ചെയ്തു, വേറെ ഏത് മേഖലയിൽ എനിക്കൊരു പരീക്ഷണം തന്നാലും ചിലപ്പോൾ ഞാൻ പിടിച്ച് നിൽക്കും, പക്ഷേ ഇവൻ്റെ ഒരു വിഷയത്തിൽ ഞാനും അതെ ഹസ്ബൻഡും അതെ ഞങ്ങൾക്ക് 2 പേർക്ക് താങ്ങാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ സഹനം വരാൻ പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ചിന്തയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയും എന്ത് സഹനമാണെങ്കിലും അത് കണ്ടു നിൽക്കാനുള്ളൊരു കരുത്ത് തരണം, അതാണ് ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്, TB ടെസ്റ്റും ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. സ്കാനിങ് പിറ്റേ ദിവസം തന്നെ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ എടുത്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ FNAC ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു ഇല്ല ഇനി ആൻറ്റിബയോട്ടിക് എടുക്കണ്ട, ഉടനെ തന്നെ പീഡിയാട്രിക് സർജനെ റെഫർ ചെയ്തു, അങ്ങോട്ട് തന്നെ ഇന്ന് തന്നെ കൊണ്ടുപോകണം, പെട്ടെന്ന് തന്നെ നാളെ തന്നെ എടുത്തിട്ടത് ടെസ്റ്റിന് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പേടി. അപ്പം തന്നെ പോയി സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇവൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇവനും ടെൻഷനാണ്, സർജറി വേദന എടുക്കുക എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഡോക്ടറിനെ കൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പോൾ ഞാൻ അപ്പം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞ് ഒന്നും ചെയ്യേണ്ടി വരികയില്ല, നമുക്ക് ജോസഫ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ബ്ലെസ്സിങ് മേടിക്കാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്നു. അന്ന് ഇവിടെ 10ാം ക്ലാസ്സിൻ്റെ എക്സാം പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവനെയും കൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഒരു രോഗാവസ്ഥയ്ക്ക് വേണ്ടി ഞാനിവിടെ അച്ഛൻ്റെ ടോക്കൺ എടുക്കാൻ നിൽക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ കണ്ണീർ നിന്ന് ഒഴുകും, ഇവനെ കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും. അപ്പോൾ ഓരോ രോഗാവസ്ഥയിലുള്ള ഇങ്ങനെ ക്യാൻസർ പേഷ്യൻറ്റ്, ഹാർട്ട് പേഷ്യൻസ് അങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് ഏത് രോഗാവസ്ഥയിലാണ് ഇത് കൊണ്ടുചെല്ലേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര തിരക്കും. അപ്പോൾ ഞാനിങ്ങനെ കരയുന്ന ഒരു ബ്രദർ കണ്ടിട്ട് എന്താ കാര്യം ചോദിച്ചപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാനിവൻ്റെ കഴുത്തിങ്ങനെ തൊട്ട് കാണിച്ചു. അപ്പം മുഴ കണ്ടപ്പോൾ ബ്രദറിനെ മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വിട്ട് എനിക്ക് ടോക്കൺ തന്നു. അപ്പോൾ ടോക്കൺ തന്ന് ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല, വേഗം ഇവിടെ അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടി വന്നപ്പോൾ അതിലെഴുതിയിരുന്നത് ഞാൻ ബ്രദറിനോട് ഞാൻ കരഞ്ഞുകൊണ്ടാണല്ലോ കാര്യങ്ങൾ പറയണം. അപ്പം എൻ്റെ പറച്ചിലിൻ്റെ കുഴപ്പമായിരിക്കും, ബ്രദർ അതിൽ എഴുതിയിരുന്നത് കണ്ണിൽ മുഴകൾ TB ടെസ്റ്റ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ കഴുത്തിൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് കയറണമെങ്കിൽ ഭയങ്കര തിരക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്ററിനോട് പറഞ്ഞു എൻ്റെ കഴുത്തിലും മുഴയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അച്ഛനോട് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിന്നപ്പം അച്ഛൻ പെട്ടെന്ന് ഇവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു, സൈത്ത് കണ്ണിൽ പുരട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവൻ്റെ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്തു മുഴ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ അവിടെയും തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് പുരട്ടി തന്നു. അങ്ങനെ അതെനിക്ക് വലിയൊരു ആശ. ഇവിടെ വരുമ്പോൾ എനിക്കറിയത്തില്ല ഇത് ഈ ഒരു അവസ്ഥയിലല്ലെങ്കിലും കൃപാസനത്തിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ എനിക്ക് ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ അന്ന് തിരിച്ചു പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇവൻ്റെ കണ്ണിൽ ഇവനൊരു 9 മാസം തുടങ്ങി കണ്ണിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് മാറിയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഡ്രോപ്സ് ഒഴിച്ച് ഒരു വിധമായേക്കണം. അപ്പം ഇനി ഞാൻ കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കുകയല്ല, ജോസഫ് അച്ഛൻ സൈത്ത് വെച്ച് വന്നിട്ടുണ്ട്, ഇനി കണ്ണിൽ ഞാൻ മരുന്നൊഴിക്കത്തില്ല, അതുകൊണ്ട് എന്നെ പരീക്ഷിക്കരുത്. എൻ്റെ കണ്ണിൻ്റെ കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, ആ ഒരു പീളവ് കൃഷ്ണമണി നമ്മളിങ്ങനെ കൊണ്ട് കാണിച്ചു വരും, കൃഷ്ണമണിയിൽ ഇങ്ങനെ ഇരിക്കണ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനിനി മരുന്നൊഴിക്കുകയല്ല, എനിക്ക് മാതാവായിട്ട് തന്നെ മാറ്റി തരണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സർജറിയിലേക്ക് പോകേണ്ട, ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും കൂടെ എടുത്ത് നോക്കാം, എന്നിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം FNAC ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ആൻറ്റിബയോട്ടിക്. അപ്പോൾ അത് ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കണതിൻ്റെ ഒരു വിഷമവും വേറെ ഉണ്ട്, ഇവൻ്റെ കണ്ണിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ആകെ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മക്കൾക്ക് വയ്യാതെ വന്ന എല്ലാവർക്കും അറിയാൻ നമ്മൾ തളർന്നു പോകും, വേറെ ഏതെന്തുവാണ് നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കും. ഇവരുടെ ഒരു വയ്യായ്ക കണ്ടാൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ
പിന്നെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മരുന്ന് കൊണ്ട് മാറാനുള്ളതാണെങ്കിൽ മാറ്റി തന്നേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ ഇഷ്ടം അതുപോലെ ചെയ്തു. എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് സംസാരിക്കും, കരയും. ആ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡിൽ ഞാൻ കമൻറ്റ് ഇടുമായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ ഈ അലർജിയും കഴുത്തിൻ്റെ മുഴയും എല്ലാ ദിവസവും ദാവീദിൻ്റെ പേര് പറഞ്ഞ് ഞാൻ കമൻറ്റ് ഇടുമായിരുന്നു. അത് കഴിയുമ്പോൾ കണ്ണീരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളതിന് എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും, എന്നെ സഹായിക്കണം. കാരണം ഇത്രയും കരഞ്ഞ് ഞാൻ മേടിച്ചൊരു കൊച്ചയച്ചോടെ കഴിയുന്നത്. അപ്പോൾ ആ കൊച്ചിനെ എനിക്ക് ഇനിയും വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പേടിക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖമാണെങ്കിൽ ഇതിൻ്റെ സൈസ് കുറയത്തില്ല. അപ്പം നിങ്ങളെപ്പോഴും ഇത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ സൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം, ഇത്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു തന്നു. ഞാനാണെങ്കിൽ 24 മണിക്കൂർ പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ ഇപ്പോഴും നോക്കണ്ട, ഇടയ്ക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ഡോക്ടറെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൂടെ ഒന്നും കൂടെ കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 20 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കായി. അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറഞ്ഞു, ഇനി എൻ്റെ കൊച്ചിന് ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയില്ല, കാരണം 20 ദിവസം കഴിച്ചിന് വേണ്ട. അപ്പോഴൊക്കെ ഞാൻ ഈ മരുന്ന് കൊടുക്കുമ്പോഴും തൈലമിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവന് സ്കൂളിൽ കൊടുക്കുന്ന വെള്ളത്തിലൊക്കെ മാതാവിൻ്റെ ഉപ്പിട്ടൊക്കെയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആരോട് പറഞ്ഞു, ഞാൻ ഈ കണ്ണിൻ്റെ മരുന്ന് നിർത്തിയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ചോദിക്കുമല്ലോ എന്താണെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം, എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ നിയോഗം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ കണ്ണിൻ്റെ അലർജിയും കഴുത്തിൻ്റെ മുഴയും അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ആൻറ്റിബയോട്ടിക് നിർത്തി. അപ്പോൾ കണ്ണിൻ്റെ പതിയെ കുറയാൻ തുടങ്ങി. ആദ്യത്തെ 2 ദിവസം മരുന്നൊഴിക്കാതെ അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ ദിവസം ഭയങ്കരമായിട്ട് കൂടി കണ്ണിന്. അപ്പോൾ എനിക്ക് പേടിയായി, ദൈവമേ ഞാൻ മരുന്ന് നിർത്തി, ഇനി ആദ്യം തുടങ്ങേണ്ടി വരുമോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ നിർത്തിയതാണ്, എന്നെ പരീക്ഷിക്കരുത്, ഞാൻ അറിയാണ്ടിരുത്ത് മരുന്ന് ഒഴിച്ചു പോകും എന്നിങ്ങനെ കണ്ണിൻ്റെ കാണുമ്പം, അതുകൊണ്ട് എനിക്കിത് മാറ്റി തരണം. ഞാൻ മരുന്ന് എന്തായാലും ഇന്ന് ഇവൻ ഇത്രയും കൂടുതലാണ്, ഞാൻ മരുന്ന് ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മാത്രം അത് കൂടിയത്. പിന്നെ ഇപ്പോൾ ഒരു 10-12 പ്രാവശ്യം അത് വരുമായിരുന്നു. അത് പിന്നെ ഒരു 8 പ്രാവശ്യം 5 പ്രാവശ്യം അങ്ങനെ കുറഞ്ഞു വന്ന് കണ്ണിൻ്റെ കംപ്ലീറ്റായിട്ട് അതിലൊരു മാറ്റം കിട്ടി. പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. മാതാവിൻ്റെ തൈലം മാത്രമാണ് ഞാൻ മരുന്ന് മാറ്റിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഞാൻ കഴുത്തിന് ഇതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും തൈലം തേച്ച് രാവിലെയും പ്രാർത്ഥിക്കും. മരുന്ന് എപ്പോഴൊക്കെ കൊടുക്കണം അപ്പോഴൊക്കെ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കും. ദാവീദ് ഒരുപാട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത്. മാതാവിനോട് അവനും പ്രാർത്ഥിക്കും, അവനും തൈലം തൊട്ട് താമേന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പം അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാനേ നമുക്ക് പേടി. ഇനി അടുത്ത ഡോക്ടറിന് എന്താ പറയുന്നതെന്നുള്ളൊരു പേടിയായിരുന്നു. അങ്ങനെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചൊരു 1 മാസത്തിനുള്ളിൽ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല പേടിച്ചിട്ട്. നോക്കിയപ്പോഴത്തേക്ക് പതിയെ എൻ്റെ സൈസ് ചെറുതാവുന്നുണ്ട്. അപ്പോൾ ഒരു ആശ്വാസമായി. പിന്നെ മാതാവിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുക, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം, എൻ്റെ കൊച്ചിൻ്റെ ഇത് പൂർണ്ണമായിട്ട് മാറിയാലേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ, അതിനോട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ധ്യാനം കൂടുമ്പോഴും ഡെയിലി ബ്രെഡിലൊക്കെ ഞാൻ സാക്ഷ്യം. അപ്പോൾ ആ സമയത്ത് ഡെയിലി ബ്രെഡിൽ വേറൊരു കൊച്ചിന് ഇതുപോലെ FNAC ടെസ്റ്റിൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഡോക്ടറുടെ ഇത് വേണം. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി, 2 പേരുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ വന്ന് ഇത്ര ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചതാണ്. അപ്പോൾ 2 പേരും നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അതിനും പൂർണ്ണമായിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ തൈലം ഇടുന്നുണ്ട്, അന്നത് മാറിയാൽ അത് മരുന്ന് എന്നുള്ളൊരു ഇതും കൂടെ അതിൻ്റെ അകത്തുണ്ട്, മരുന്ന് കൊണ്ട് മാറിയെന്ന് വരും. ഇത് മരുന്നില്ലാണ്ട് തൈലം മാത്രം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുക എന്നുള്ളൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഞാൻ ഇവനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ വായിക്കുമ്പം എനിക്ക് 2 വചനങ്ങൾ കിട്ടി. ഒരു വചനം, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അപ്പോൾ ആ ഒരു വചനവും ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ തൻ്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ ഉയർത്തണമേ എന്നുള്ളൊരു വചനം, അതിവൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ 2 ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യം അതാണ്. പിന്നെ എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്. അപ്പം ഒരു GSTയുടെ വിഷയം വന്നിട്ട് ഒരു 2 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ നോട്ടീസ് തന്നു. അപ്പോൾ ഒരുപാട് എമൗണ്ട് കൂടുതലുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 4ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ എന്തായാലും ഇത് അടയ്ക്കേണ്ടി വരേണ്ടതാണെന്ന് അക്കൗണ്ടൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമല്ല ഇത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇത് ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, ഇത് അടയ്ക്കേണ്ടി വരുമെന്ന്, ഇത്ര ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് നമുക്ക് പറ്റത്തില്ല, അപ്പോൾ അതിനുള്ള ഒരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബാക്കി കൂടുതൽ എമൗണ്ട് ഉള്ള എല്ലാവരും കൂടെ അതൊരു കേസ് ഫയൽ ചെയ്തു. അപ്പം ഈ നോട്ടീസ് വന്ന എല്ലാവരും അതിൽ
ഏർപ്പെടുത്തി. അപ്പോൾ അതിൽ നമ്മളും ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വിധി വന്നു. 1 രൂപ പോലും ആർക്കും അടയ്ക്കേണ്ടി വന്നില്ല. അതും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഈ 2 സാക്ഷ്യമാണ് ഞാനിപ്പോൾ എൻ്റെ ദൈവനാമഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. അതിനൊക്കെ ഓരോ ദിവസവും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി മൂലം വന്നൊരു മാറ്റമെന്ന് പറഞ്ഞാൽ നിത്യജീവനെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത് അത് മാത്രമാണ്. നിത്യജീവൻ എന്നൊരു ഇതുണ്ട്, അതിനുവേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വിശുദ്ധ കുർബാന, അതൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ അതുപോലെ ഇവനെയും പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. അത് ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനെയും ഞാൻ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഇവൻ എല്ലാ പ്രാർത്ഥനകളും അറിയാം. കൃപാസനത്തിലെ പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും അവനും പ്രാർത്ഥിക്കും. ധ്യാനം കൂടുമ്പോഴും ഈ ആരാധനയുടെ സമയത്തൊക്കെ, അന്നും ഇവന് വയ്യാതിരുന്ന സമയത്തൊക്കെ ആരാധനയുടെ ഞാൻ ഇതുപോലെ ധ്യാനം കൂടിയിട്ടില്ലെന്ന് പറയാം. കാരണം ധ്യാനം തുടങ്ങി കരയണ വരെ ഞാൻ കരയുമായിരുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ സൗഖ്യപ്പെടുത്തുന്നതിന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ധ്യാനം കൂടിയിട്ടേ ഇല്ല. അപ്പോൾ ആ സമയത്തും ആരാധനയുടെ സമയത്ത് ഞാൻ ഇവനെ വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും അവസാന ഞായറാഴ്ച ഞങ്ങളൊരു 50-55 പേർക്കുള്ള ഫുഡ് ഞങ്ങളുണ്ടാക്കി അത് വഴിയരികിലുള്ള ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് മോനും കൂടെ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാമ്പത്തിക സഹായം എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവർക്കോ അല്ലാത്തവരോ ചോദിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം. പിന്നെ നമ്മൾ ഒരു തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പത്രം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ വളരെ അവിചാരിതമായി കണ്ടുമുട്ടിയൊരു സിസ്റ്റർ വഴി അവിടത്തേക്ക് എല്ലാ മാസവും തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും 5 കെട്ട് വാങ്ങി അയക്കാറുണ്ട്. പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡും അതെല്ലാം എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഫൈൽ പിക്ചർ 2 വർഷമായിട്ട് കൃപാസന മാതാവിൻ്റെ പ്രൊഫൈൽ പിക്ചർ. അപ്പോൾ അത് കാണുമ്പോഴും എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കൃപാസനത്തിൽ വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൃപാസനത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കും, അവിടെ എങ്ങനെയാണ് എപ്പോഴാണ് ചെല്ലേണ്ട സമയവും കാര്യങ്ങളും എന്തൊക്കെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥന സഹായമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൃപാസനം അമ്മയുടെ മോളാണെന്നുള്ളൊരു രീതിയിൽ അവരെന്നെ സമീപിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും മോശമായിട്ടുള്ള വീഡിയോസ്, നെഗറ്റീവ് വീഡിയോസ് കൃപാസനത്തെക്കുറിച്ച് വരുമ്പോൾ ഞാൻ അതിൻ്റെ താഴെ കമൻ്റ് ഇടും. ഞാൻ കൃപാസന അമ്മയുടെ മോളാണ്, എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് ഞാൻ കമൻ്റ് ഇടും. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിച്ച ദൈവമാതാവിന് തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സുനു സുരേഷ്. ഞങ്ങൾ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് സുരേഷ്, മകൻ സുദേവ്, മകൾ സുചിത്ര. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 4/5/2024 അപ്പോൾ ഇവിടുന്ന് പത്രം എനിക്ക് പലപ്പോഴായി എൻ്റെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ ആകുന്നത്. അപ്പോൾ എനിക്ക് അവൻ്റെ മെറിറ്റിൽ വിശ്വാസമില്ല. അവൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും അതിന് മുമ്പ് പഠിക്കുമ്പോഴും നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. പക്ഷേ 9 ലാസ്റ്റൊക്കെ ആയപ്പം ഒത്തിരി ഉഴപ്പായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇതനുസരിച്ച് 10ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ എല്ലാം നമ്മുടെ ഇതുകൊണ്ടേ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ പാസ്സാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോഴാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് മാതാവിലും ഈശോയിലും ഞാൻ വിശ്വസിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ നിയോഗം ഞാൻ അതാണ് വെച്ചത്, 10ാം ക്ലാസ് പാസ്സാകണം എന്ന്. അങ്ങനെ SLC പരീക്ഷയായപ്പോൾ ഞാൻ ഹോൾ ടിക്കറ്റുമായിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. കാശ് രൂപ അച്ഛൻ കൊടുത്തു. അതുമായിട്ടാണ് അവൻ പരീക്ഷയ്ക്ക് പോയത്. പോകുമ്പോൾ മാതാവിൻ്റെ തൈലം ഹോൾ ടിക്കറ്റിൽ പുരട്ടുകയും അതുപോലെ ഉപ്പ് കഴിച്ചിട്ടുമാണ് അവൻ പരീക്ഷയ്ക്ക് പോയത്. അവൻ്റെ മാർക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അവന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷയ്ക്കൊക്കെ കിട്ടിയ മാർക്ക് എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മോശമാണ്. ഒരു വിഷയത്തിനോ 2 വിഷയത്തിനും ജയിച്ച ആളാണ്. പക്ഷെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് 66% മാർക്കോടെ അവൻ പാസ്സായി. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു. പക്ഷേ എനിക്ക് സാക്ഷി ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അവന് ഞങ്ങൾ ഒരു സ്കൂളിൽ മാത്രമേ ഇത് അപേക്ഷ കൊടുത്തിരുന്നുള്ളൂ. ആ സ്കൂളിൽ തന്നെ കിട്ടണമെന്ന്, അടുത്തൊരു സ്കൂളാണ്. പിന്നെ ബസ്സിൻ്റെ സൗകര്യക്കുറവ് കൊണ്ട് വേറെ എങ്ങും കൊടുത്തില്ല. ആ സ്കൂളിൽ അതിന് പോകുമ്പോഴും ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും കൊണ്ടുപോയിട്ട് മാതാവിൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് ഇവിടെ തന്നെ എൻ്റെ മോന് അഡ്മിഷൻ കിട്ടണേ എന്ന് പറഞ്ഞു.
അവിടെ തന്നെ അവൻ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ മാതാവ് അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു തിരുവല്ലയിൽ ഒരു തുണിക്കടയിലാണ്, ചെറിയൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് എനിക്ക് വയറിന് ഭയങ്കരമായ വേദനയും അസ്വസ്ഥതയൊക്കെ ആയി. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എന്തോ വയറ് വീർത്തിരിക്കുക. ഗ്യാസിൻ്റെ ഗുളിക മേടിച്ച് നോക്കി, ഒന്നും മാറുന്നില്ല. പിന്നെ ഞാൻ ഈ മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കഴിച്ചു. പിന്നെ ഞാൻ എന്നിട്ട് ഡോക്ടറെ അടുത്ത് എന്തായാലും അങ്ങ് പോകാമെന്ന് വെച്ചു. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ വയറ് ഞെക്കി നോക്കിയിട്ട് പറഞ്ഞു, അപ്പൻഡിക്സിൻ്റെ ആണ്, നിങ്ങൾ പെട്ടെന്ന് ഇന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ്, വൈകിട്ട് തന്നെ ഒരു ലാബുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ പോയി ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ബ്ലഡിൻ്റെ റിസൾട്ടുമായിട്ട് പിന്നെ നാളെ സ്കാനും കൂടെ ചെയ്തിട്ട് നാളെ തന്നെ എന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ബ്ലഡിൻ്റെ റിസൾട്ട് കൊടുത്തു. ഞങ്ങൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മേടിക്കാമെന്നുകൊണ്ട് ആ ബ്ലഡിൻ്റെ റിസൾട്ട് മേടിച്ചു. രാവിലെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും കഴിച്ചിട്ട് തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ ഈ റിസൾട്ട് സ്കാൻ ചെയ്യുമ്പോൾ എനിക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും എൻ്റെ തൈലവും ഉപ്പും എൻ്റെ കയ്യിൽ ബാഗിൽ കാണും. പ്രാർത്ഥിച്ചു. സ്കാൻ ചെയ്യുന്ന പുള്ളി എന്നോടൊപ്പം പറഞ്ഞു, സ്കാനിങ്ങിൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഇത് അപ്പൻഡിക്സിൻ്റേതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇവിടെ എനിക്ക് വേദന, അവിടെ നോക്കാം, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കാനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ റിപ്പോർട്ട് കാണിക്കാൻ, എന്തായാലും കാണിച്ച ഡോക്ടറെ തന്നെ റിപ്പോർട്ട് കാണിക്കാനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ ആ ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഒരു മെഡിസിൻ എഴുതാതെ ചുമ്മാ ഗ്യാസിൻ്റെ ആയിരിക്കും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ ഗുളികയൊന്നും കഴിക്കാൻ പോയില്ല. എനിക്കറിയാം മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിയാണ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. അതുകൂടാതെ മാതാവ് എനിക്ക് വേറൊരു അനുഗ്രഹം കൂടെ ആ സമയത്ത് എനിക്ക് തന്നു. അതിനായിരിക്കും എന്നെ കൂട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനിരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി, ഞങ്ങൾക്ക് അവിടെ ഓതറയ്ക്കോട്ട് ബസ്സിന് റൂട്ട് കുറവാണ്, ബസ് കുറവാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിയൊക്കെ തിരുവല്ലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് എപ്പോഴും അവർ കാറിന് വന്നാലും എന്നെ വിളിക്കും, തിരിച്ചു പോകുമ്പോൾ ഒന്നിച്ച് പോകാൻ കൊണ്ടുപോകും. പകുതി വരെ ദൂരം ബസ്സിന് പോയിട്ട് ഞാൻ പകുതി ഇടയ്ക്ക് ഹസ്ബൻഡാണ് ബൈക്കിൽ കൊണ്ടുപോകുന്നത്. അന്ന് ആ ചേച്ചി തിരുവല്ലയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, സുനു എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്നപോലെ ഡോക്ടറെ അടുത്ത് റിസൾട്ട് നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ 7-7:30 ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പം വിളിക്കാം ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ചേച്ചി എൻ്റെ അടുത്ത് വരികയും എന്നോട് പറഞ്ഞു, സുനു ഞങ്ങളിവിടെ ഒരു കെറ്റിൽ വാങ്ങാൻ പോയതാണ്, അവിടെ ഷായ് എന്ന് പറഞ്ഞ കടയിലാണ് പോയി, അവിടെ നല്ലത് കിട്ടിയില്ല, സുനുവിന് നമുക്ക് അവിടെ മൈജി ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാനും അവരുടെ കൂടെ പോയി. ആ കൂടെ പോയ സമയത്ത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 650-450 ഉള്ളു കെറ്റില്ല. അപ്പോൾ ഞാൻ അടുത്ത് എൻ്റെ ചേച്ചിയെ ചെന്നൈയിലാണ്, എന്തെങ്കിലും മേടിക്കണം അവക്കൂടെ ഞാൻ മേടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡി വിളിച്ചു ചോദിച്ചു, നിനക്ക് കെറ്റിൽ വേണോ, ഇന്ന പോലെ ഇത്ര വിലയേ ഉള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, ശരി നീ മേടിക്ക്, അപ്പോൾ നിനക്ക് ഒരെണ്ണം മേടിച്ചാൽ എനിക്ക് മേടിച്ചാൽ ഞാൻ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചേച്ചി എന്നോട് പറയുക, നീ അവിടെ ഒരു വാഷിംഗ് മെഷീൻ നോക്ക്. അപ്പോഴും എനിക്ക് കടയിൽ പോകുന്നു, വയ്യാഴിയൊക്കെ തുണി അലക്കലും രാത്രി വന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയാതെ അപ്പം അലക്കുന്ന ആ ബുദ്ധിമുട്ട് ദൈവം എൻ്റെ കണ്ടിട്ടായിരിക്കും. ആ ചേച്ചിയോട് പറഞ്ഞു, സുനുവിന് ഒരു വാഷിംഗ് മെഷീൻ നോക്കും. ഞാൻ പറഞ്ഞു, എനിക്കും അതിൻ്റെ ആവശ്യമില്ല, വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പിറ്റേ ദിവസമായപ്പം ഈ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുനു നാളെ അവിടെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്ക്, നിങ്ങളുടെ ചേച്ചി ചെന്നൈയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സുനുവിന് ഒരു വാഷിംഗ് മെഷീൻ ചേച്ചി പോയി എടുത്തു കൊടുക്കണം, EMI വഴിയായിട്ട് ചേച്ചിയുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരാം. അത് ചേട്ടനാണ് ചെയ്ത്. അപ്പോഴും അവിടെ മാതാവ് പ്രവർത്തിച്ച് ചേച്ചിയും ചേട്ടനെയും കൊണ്ട് ചെയ്യിപ്പിച്ചു. അല്ലാതെ ദൈവം നമ്മുടെ കൈ കൊണ്ട് തരാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ വരെ വിചാരിക്കാത്ത ഒരു കാര്യമാണ്, പിറ്റേ ദിവസം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പൈസ അടച്ചു തീർന്നു. ഈ കഴിഞ്ഞ മാസമാണ് ചേട്ടൻ അടച്ചു തീർന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണേലും ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചത് മാതാവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മ മരിച്ചിട്ട് ഈ ഓണത്തിന് 1 വർഷം കഴിഞ്ഞു. അറ്റാക്കായിരുന്നു അമ്മയ്ക്ക്. അമ്മ 90% ബ്ലോക്കായിരുന്നു. അമ്മ വസ്തു കിട്ടാൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു ഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ 5 സെൻറ്റ് സ്ഥലത്തിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയും ദഹിപ്പിച്ച് ഞങ്ങളൊരു ഹിന്ദുവാണ്, വീടിൻ്റെ മുറ്റത്താണ് ദഹിപ്പിച്ചത്. അപ്പോൾ അത് കണ്ടിട്ട് പോയ ഒരു അടുത്ത വസ്തുവിൻ്റെ ഉടമ ഞങ്ങളോട് ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡിനെ മാറ്റി നിർത്തി ചോദിച്ചു, ഈ വസ്തു വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വേണേ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാനുള്ള അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുക, എനിക്കത് വാങ്ങാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ലാതിരിക്കുന്ന സമയം അങ്ങനെ കഴിഞ്ഞു. എങ്കിലും നമുക്കൊരു വേസ്റ്റ് എണ്ണയിൽ ആ പറമ്പായി വീടിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു എങ്ങനെ വാങ്ങുമെന്ന് നമുക്കറിയത്തില്ല.
അങ്ങനെ ഞങ്ങൾ ആ വാസ്തുവിനെക്കുറിച്ച് വിട്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നിയോഗത്തിൽ എഴുതി, മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ഈ വാസ്തു വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ 26 എൻ്റെ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ അവരോട് പോയി സംസാരിക്കുക, അവരെത്ര രൂപ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ചോദിക്കുക, പൈസ ഇല്ലല്ലോ നീ ചോദിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ വീട് പണിക്ക് വേണ്ടി ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളൊക്കെ വിറ്റ്, പിന്നെ 2-3 പവൻ കാണും, എന്തായാലും അതെങ്കിലും കൊടുത്ത് നമുക്ക് വാങ്ങാം. അത് മാതാവ് എൻ്റെ മനസ്സിൽ കാണിച്ചെന്ന ഒരു ഐഡിയ. പിന്നീട് നമുക്കത് വാങ്ങാൻ പറ്റത്തില്ല, അപ്പുറത്ത് കിടക്കുന്നവരാരെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. മാതാവായിട്ട് എനിക്ക് ഇപ്പോൾ സ്വർണ്ണത്തിന് വിലയുള്ളതുകൊണ്ട് അത് കൊടുത്താൽ അത് നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ള മാതാവ് കാണിച്ചു തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ അവർ ഒരു എമൗണ്ട് പറഞ്ഞു. ആ എമൗണ്ട് നമുക്ക് വിചാരിച്ച് നമ്മൾ പോയ എമൗണ്ടിനേക്കാൾ ഒത്തിരി ഉയരെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവരോട് സംസാരിച്ച്, ഒന്നും കൂടെ നിങ്ങൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്, നമുക്ക് ഒത്തിരി കടബാധ്യതയുണ്ട് വീട് വെച്ചതിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു ശരി, ഒരു എമൗണ്ട് പറഞ്ഞിട്ട് ഇതിൽ ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും ഉയർത്തിയതിൽ നിന്ന് താഴ്ത്തി പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൽ സമ്മതിച്ച് പോന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ഇച്ചിരി കൂടുതലായിപ്പോലും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം അല്ലേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്ന് വിളിച്ച് അവരോട് സംസാരിക്കും, ഇച്ചിരെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഇച്ചിരി കൂടെ താഴ്ത്തി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് വയ്യ, നീ ചോദിക്ക്, നമ്മൾ ഉറപ്പിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ നിയോഗത്തിനകത്ത് മാതാവിൽ ഡേറ്റ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇത്ര രൂപയ്ക്കകത്ത് അവർ ഞങ്ങൾക്ക് സമ്മതിച്ച് തരണം, മാതാവായിരിക്കണം അവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചിട്ട് പോയി മാതാവിൻ്റെ ഉപ്പ് കഴിച്ച് തൈലം നാക്കിൽ തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആ പുള്ളിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ ഇതുപോലെ കടയിലിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ചിട്ട് പുള്ളിയെ വിളിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു മെസ്സേജ് കണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു മെസ്സേജ് കണ്ടു. ഞാൻ പറഞ്ഞു എന്നിട്ട് റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ, ശരി വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈകിട്ട് മറക്കാതെ പറയണേ. ലാസ്റ്റിൽ അയാൾ പറഞ്ഞു എന്നാൽ വേണ്ട, ഞാൻ ഇപ്പം തന്നെ പറയാമെന്നും പറഞ്ഞിട്ട് ഉടനെ പുള്ളി അതിന് ഞാൻ ഇന്ന എമൗണ്ടിന് ഉള്ളിലായിരിക്കണമെന്ന് പറഞ്ഞ് എഴുതി വെച്ച് ആ എമൗണ്ടിനകത്ത് തന്നെ പുള്ളി സമ്മതിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 26-നാണ് ഫസ്റ്റ് ഞങ്ങൾ അവരോട് സംസാരിച്ചത്. ഈ 20-ാം തീയതി ഞങ്ങൾ ആ വസ്തു എഴുതി. മാതാവ് എനിക്കറിയത്തില്ലേ തന്നതിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായി ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ബസ്സിലും കൊടുക്കും, പിന്നെ കടയിൽ കൊണ്ടുവച്ച് വരുന്ന കസ്റ്റമർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, പിന്നെ വീടുകൾ തോറും ഇറങ്ങി അവധിയുള്ള ദിവസങ്ങളിൽ പോയി പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുമുണ്ട്, ഉടമ്പടി എടുത്തിട്ടുമുണ്ട്. ഞാൻ അവരോട് പറയും, നമുക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം, ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ചതാണ്, പക്ഷേ എനിക്ക് ഇനിയുള്ള കാലം ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. രാവിലെ ആണേലും പ്രാർത്ഥന കൃത്യമായിട്ട് ഞാൻ എണീറ്റ് ചൊല്ലും. വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളും ഹസ്ബൻഡും കൂടെ ഇരിക്കും. ഹസ്ബൻഡ് ആണേലും മാറിയിരിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈയിടെ 2-3 പ്രാവശ്യം മാതാവിൻ്റെ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടായിരുന്നു, അവിടെ പോയി പൊതിച്ചോറ് കെട്ടിക്കൊടുക്കുമായിരുന്നു. പിന്നെ ഈ കടയിൽ പോകുന്നതിൻ്റെ ലീവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിന്നെ അവധി കിട്ടുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വൃദ്ധസദനമുണ്ട്, അവിടെ പോയിട്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പോയിട്ട് അവിടെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാവരും ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ അവർക്ക് വേണ്ടുന്ന തുണികളും ഫ്രൂട്ട്സും കഴിക്കാനുള്ളതൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ബസ്സിൽ പോകുമ്പോഴാണേലും സ്റ്റാൻഡ് വെച്ചാണേലും അല്ലാതെ ആരെങ്കിലും സഹായം ചോദിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. എപ്പോഴും ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എനിക്ക് എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഇത്രയും നന്മകൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി.